സോഷ്യൽ മീഡിയയിലെ ഒരു കുഞ്ഞു വീഡിയോയ്ക്ക് ബിസിനസ് വിപണിയിൽ എത്രത്തോളം വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും? ഇതിന്റെ ഏറ്റവും പുതിയതും അത്ഭുതപ്പെടുത്തുന്നതുമായ തെളിവാണ് ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ ദൃശ്യമാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ചെറിയ സമ്മേളനത്തിന് പിന്നാലെ രാജ്യത്തെ പ്രമുഖ ഓൺലൈൻ ഡെലിവറി ആപ്പുകളിലെല്ലാം മെലഡി മിഠായികൾ പൂർണ്ണമായും വിറ്റു തീർന്നിരിക്കുകയാണ്. ഇറ്റലി സന്ദർശനത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്ക് ഒരു പാക്കറ്റ് പാർലെ മെലഡി ടോഫി സമ്മാനിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയിലെ ഓൺലൈൻ വിപണിയിൽ മെലഡി മിഠായികൾക്ക് വൻ ഡിമാൻഡ് അനുഭവപ്പെട്ടത്. സോഷ്യൽ മീഡിയയിലെ ഒരു കുഞ്ഞു ട്രെൻഡ് ഇന്ത്യയിലെ അതിവേഗ വിതരണ ശൃംഖലയെ എങ്ങനെയാണ് നിമിഷനേരം കൊണ്ട് സ്വാധീനിക്കുന്നത് എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ മിഠായി വിപണിയിൽ കണ്ടത്. കേവലം ₹1 വിലയുള്ള ഒരു ടോഫിക്ക് പ്രധാനമന്ത്രിയിലൂടെ ലഭിച്ചത് കോടിക്കണക്കിന് രൂപയുടെ സൗജന്യ പരസ്യമാണെന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത്. വീഡിയോ വൈറലായതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിലെ പ്രമുഖ ഇൻസ്റ്റന്റ് ഡെലിവറി ആപ്പുകളായ സെപ്റ്റോ, സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്, ബ്ലിങ്കിറ്റ് എന്നിവയെല്ലാം മെലഡി മിഠായികൾ പൂർണ്ണമായും ഔട്ട് ഓഫ് സ്റ്റോക്കായി മാറി. ഒരു വലിയ നയതന്ത്ര നിമിഷത്തെ വളരെ രസകരമായ രീതിയിലാണ് ഇന്ത്യൻ ഉപഭോക്താക്കൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തിയത്. മോദി മെലോനി സൗഹൃദ നിമിഷത്തെ വെറുമൊരു വാർത്തയായി കാണാതെ ആ നിമിഷത്തെ പരാമർശിക്കപ്പെട്ട മെലഡി മിഠായി സ്വന്തമാക്കി വാങ്ങി കഴിച്ചുകൊണ്ട് ഈ തരംഗത്തിന്റെ ഭാഗമാകാനാണ് ഭൂരിഭാഗം പേരും ശ്രമിച്ചത്. വൈറലായ വീഡിയോയിൽ ഇരു നേതാക്കളുടെയും ഹൃദ്യമായ സൗഹൃദ നിമിഷങ്ങളാണ് ദൃശ്യമാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്നു, വളരെ നല്ല ടോഫി എന്ന് മെലാനി വീഡിയോയിൽ പറയുന്നു. മോദി നൽകിയ പാർലെ മെലഡി ടോഫി പാക്കറ്റ് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അതിനു പിന്നാലെ ഇരു നേതാക്കളും ചിരിക്കുന്നതുമായ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്ത് വെറും 1 മണിക്കൂറിനുള്ളിൽ തന്നെ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. വീഡിയോ തരംഗമായതോടെ ഇൻസ്റ്റാഗ്രാമിലും എക്സിലും ക്രിയേറ്റർമാർ ഈ ദൃശ്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ വീഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ചുള്ള സ്ക്രീൻഷോട്ടുകൾ, രസകരമായ മീമുകൾ, എഡിറ്റ് ചെയ്യപ്പെട്ട റീലുകൾ എന്നിവ കൊണ്ട് സോഷ്യൽ മീഡിയ ഫീഡുകൾ നിറഞ്ഞിരിക്കുകയാണ്. ₹1 മുട്ടായിക്ക് ഇതിലും വലിയൊരു ആഗോള ബ്രാൻഡിംഗ് ഇനി സ്വപ്നങ്ങളിൽ പോലും ലഭിക്കാനില്ലെന്നാണ് മീമുകളിലൂടെ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. നരേന്ദ്രമോദിയുടെയും ജോർജിയ മെലോനിയുടെയും പേരുകൾ കൂട്ടിച്ചേർത്ത് സോഷ്യൽ മീഡിയ നേരത്തെ തന്നെ ആഘോഷമാക്കിയ പേരാണ് മെലഡി എന്നത്. മുൻപ് 2023 ദുബായിൽ നടന്ന COP28 ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പമുള്ള സെൽഫി ഗുഡ് ഫ്രണ്ട്സ് അറ്റ് COP28 #മെലഡി എന്ന തലക്കെട്ടോടെ മെലോനി പങ്കുവച്ചപ്പോൾ തുടങ്ങിയതാണ് ഈ ഹാഷ്ടാഗ് തരംഗം. ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള മെലഡി മിഠായി തന്നെ സമാനമായി നൽകിയതിലൂടെ ആ പഴയ ഹാഷ്ടാഗ് ഓർമ്മകളെ ഇരു നേതാക്കളും വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ എത്ര പെട്ടെന്നാണ് ഒരു രാജ്യത്തിന്റെ ബിസിനസ് വിപണിയിലും വിതരണ ശൃംഖലയിലും മാറ്റിമറിക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മെലഡി മിഠായിക്ക് സംഭവിച്ചത്. സാധാരണക്കാർ മുതൽ വൻകിട കമ്പനികൾ വരെ ഈ ഡിജിറ്റൽ തരംഗത്തിന്റെ ആഘാതം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. പല പ്രമുഖ ബ്രാൻഡുകളും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോടിക്കണക്കിന് രൂപയാണ് പരസ്യത്തിനായി നീക്കിവെക്കുന്നത്. എന്നാൽ ഇവിടെ കേവലം ₹1 മാത്രമുള്ള പാർലെ മെലഡി ടോഫിക്ക് പ്രധാനമന്ത്രിയിലൂടെ ലഭിച്ചത് ആഗോള തലത്തിൽ തന്നെ വിലമതിക്കാനാവാത്ത ഫ്രീ പബ്ലിസിറ്റിയാണ്. ഒരു അന്താരാഷ്ട്ര നയതന്ത്ര നിമിഷം എങ്ങനെ ഒരു ഉൽപ്പന്നത്തിന്റെ ബ്രാൻഡ് വാല്യൂ നിമിഷ നേരം കൊണ്ട് ഉയർത്തുന്നു എന്നതിന്റെ കേസ് സ്റ്റഡിയായി ഈ സംഭവം മാറും. ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിവേഗം പ്രതികരിക്കുന്ന ഇന്ത്യയിലെ ക്വിക്ക് കൊമേഴ്സ് മേഖലയ്ക്ക് ഈ ട്രെൻഡ് വലിയൊരു പാഠമാണ് നൽകുന്നത്. വീഡിയോ വൈറലായതോടെ സെപ്റ്റോ, ഇൻസ്റ്റാമാർട്ട്, ബ്ലിങ്കിറ്റ് തുടങ്ങിയ ആപ്പുകളിലെല്ലാം മിഠായികൾ പൂർണ്ണമായും വിറ്റുതീർന്നു. ഇന്റർനെറ്റിലെ മീം തരംഗങ്ങൾ പ്രവചനാതീതമായ ആവശ്യകതകൾ സൃഷ്ടിക്കുമെന്നും അതിനെയെല്ലാം നേരിടാൻ തക്കവണ്ണം വിതരണ ശൃംഖലകൾ സജ്ജമായിരിക്കണമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു.